മാക്സിമം ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? നിങ്ങൾക്ക് കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ സെറ്റിംഗ്സ് അറിയില്ല, ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല, അതൊക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാരൊന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊട്ടും ഡൗട്ട് ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. കുറച്ച് മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ അതേ കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ എൻ്റെ അടുത്തും കുറെ ആൾക്കാർ വിളിച്ച് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാം, അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ക്ലിയർ ആവുന്നു. സോ അതേപോലെ കുറെ ആൾക്കാരുണ്ടാവും എനിക്ക് തോന്നി. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലുള്ളൂ നമുക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. സോ നമുക്കിനി എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകും. ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇതിന്റെ മുമ്പ് വേറെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ അതിൽ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ചാനൽ തുടങ്ങുന്നതും നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ആവാൻ വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ബേസിക് മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇമെയിൽ ഐ ഡി ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്, അതൊക്കെ എന്തായാലും ഉണ്ടാവും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഇമെയിൽ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ഇമെയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. അല്ല നിങ്ങൾ ബിസിനസ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല, ഈ ഇമെയിൽ നിങ്ങൾ വേറെ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഈ ഇമെയിൽ ഐ ഡി തന്നെ യൂസ് ചെയ്യാവുന്നതായിരിക്കും. നമ്മൾ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്ത് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാനലിൽ നമ്മൾ നല്ലൊരു നെയിം കൊടുക്കണം. നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടും മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ടും സജഷനൊക്കെ നിങ്ങൾക്ക് എടുക്കേണ്ട ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ സജഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഒരു നെയിം ഫിക്സ് ചെയ്യാം. ചാനൽ നെയിം ഇടയ്ക്കിടയ്ക്ക് മാറ്റാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, അതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതും കൂടെ പറഞ്ഞ് വീഡിയോ ഓവർ ലോങ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞുതരാത്തത്. അപ്പം നമ്മളിപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു, നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, പ്രൊഫൈൽ പിക്ചർ കൊടുത്തു, ബേസിക് സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് കേട്ടോ ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ലോങ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് വേണം, തംബ്ലെയിൻ വേണം. തംബ്ലെയിൻ അത്യാവശ്യം നല്ലൊരു ക്രിയേറ്റീവായിട്ടും ഒരു അട്രാക്റ്റീവായിട്ടും നമ്മൾ തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. തംബ്ലെയിൻ എന്തിനാ കൊടുക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ തംബ്ലെയിൻ കണ്ടിട്ടായിരിക്കും അധികം ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണണോ കാണണ്ടേന്ന് തീരുമാനിക്കും. പെട്ടെന്ന് അവർക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തംബ്ലെയിൻ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോൺസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും പെട്ടെന്ന് കണ്ടാൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പോലത്തെ കളേഴ്സ് ഒക്കെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലത്തെ കളേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മുടെ തംബ്ലെയിൻസ് ആയിരിക്കും എല്ലാവരും ഫസ്റ്റ് കണ്ടിട്ട് നമ്മുടെ വീഡിയോസിലേക്ക് കയറി വരിക. അപ്പൊ ആ തംബ്ലെയിൻ കണ്ടാൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾ മാക്സിമം ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ക്യാൻവ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് ക്യാൻവയിൽ കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ്, ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നിലേക്കും സെർച്ച് ചെയ്ത് പോയിട്ടില്ല. ഞാൻ ക്യാൻവയിൽ തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സാറ്റിസ്ഫൈങ് ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒരു ആപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, വേറൊരു ആപ്പ് നോക്കിയിട്ടില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ആപ്പിൽ നല്ല ഈസി ആയിട്ട് തംബ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. നമുക്കൊരു മൈക്ക് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ബ്ലൂടൂത്തിന്റെ മൈക്കൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതൊന്ന് വാങ്ങുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത്. പിന്നെ എൻ്റെ അടുത്ത് ബഡ്ജറ്റ് കുറച്ച് കമ്മി ആയതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ഒപ്പിച്ചത്. ഇതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ബിഗിനേഴ്സിനൊക്കെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, നിങ്ങൾ ഏതിലാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, ക്രോമിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, YT സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമായിരുന്നു, നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അത് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തിരിക്കണം കേട്ടോ. അതിലായിരിക്കും നമുക്ക് കൂടുതൽ സെറ്റിംഗ്സും യൂട്യൂബിന്റെ പല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ടാകുക.
സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നും ഒക്കെ യൂട്യൂബിന്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് YT സ്റ്റുഡിയോ വേണം. അപ്പോൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നവർ നിർബന്ധമായിട്ടും YT സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് കേട്ടോ. യൂട്യൂബിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, ക്രോം കൂടെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, YT സ്റ്റുഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ഞാൻ കുറെ റിസർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ YT സ്റ്റുഡിയോയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. നിങ്ങൾ YT സ്റ്റുഡിയോ കൂടെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലോങ് ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ച് ഈ പാർട്ട് നിർത്തുകയാണ് കേട്ടോ. പാർട്ട് 2 എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.